ബിഗ് ബോസ് സീസൺ 6 സ്റ്റാർട്ട് ചെയ്തപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട് കാത്തിരുന്ന ഒരു പ്രോഗ്രാമാണ് ബിഗ് ബോസ്. അപ്പോൾ സീസൺ 6 സ്റ്റാർട്ട് ചെയ്തപ്പോൾ എല്ലാവരും വന്ന് കണ്ട് ആദ്യത്തെ വീക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പോയി. പക്ഷെ സെക്കൻഡ് വീക്ക് ആയപ്പോൾ നെഗറ്റീവ് വന്നു തുടങ്ങി ആ സീസണിൽ. എന്ന് വെച്ചാൽ ജാസ്മിൻ്റെ ഗബ്രീൻ്റെ ഇഷ്യൂ, അല്ലാണ്ടുള്ള രതീഷ്, റോക്കി, സിജോൻ്റെ പ്രശ്നങ്ങൾ, പിന്നെ അവിടെ കാണിക്കുന്ന തെറിവിളികൾ, ഗബ്രിയും ജിൻഡോയുടെ തെറിവിളികൾ, ജാസ്മിനായിട്ടുള്ള പ്രശ്നങ്ങൾ, പല കാര്യങ്ങൾ കൊണ്ടും ബിഗ് ബോസ് സീസൺ 6 ഭയങ്കരമായിട്ടൊരു നെഗറ്റീവ് കമൻറ്റ്സ് കുറേ വന്നു. ഇപ്പോൾ ബിഗ് ബോസ് 1 മുതൽ 6 വരെയുള്ള സീസൺ നോക്കിയാൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമൻറ്റ് നേരിട്ട സീസണായിരുന്നു ഈ സീസൺ 6. ഒരു 4 ആഴ്ച 5 ആഴ്ച വരെ അത്രയൊന്നും ഉണ്ടായിരുന്നു. പിന്നെ ആ നെഗറ്റീവ് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഒരു ഗെയിം ചേഞ്ചേഴ്സ് ആയിട്ടാണ് ഒരു 6 വൈൽഡ് കാർഡ് എൻട്രീസ് വന്നത്. അതിൽ നമ്മുടെ ഏറ്റവും ഫാൻസ് സപ്പോർട്ടും ഏറ്റവും ഫാൻസ് ഇഷ്ടമുള്ള ഒരാളാണ് സിബിൻ എന്ന് പറയുന്ന ഒരു ഗെയിം ചേഞ്ചറാണ്. ബിഗ് ബോസ് സീസൺ 6 ഏറ്റവും നല്ല ഗെയിം ചേഞ്ചറാണ്. എന്നുവെച്ചാൽ ആ സിബിൻ വന്ന ശേഷം ബിഗ് ബോസ് എന്ന പ്രോഗ്രാമിന് ഒരു പോസിറ്റീവ് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അത്രയും നെഗറ്റീവ് പറഞ്ഞ ആൾക്കാരെല്ലാവരും പോസിറ്റീവിലേക്ക് വന്നൊരു ഇതായിരുന്നു. വെച്ചാൽ ബിഗ് ബോസിൻ്റെ ഒരു ഇതായിരുന്നു. സാധാരണ 6 വൈൽഡ് കാർഡ് എൻട്രി ഒരു ബിഗ് ബോസിലും ഞാൻ കണ്ടിട്ടില്ല. അതിലോട്ട് ഈ തമിഴിൽ, തെലുങ്കിൽ, ഹിന്ദിയിലുണ്ടാകുന്ന എനിക്കറിയില്ല. മലയാളത്തിൽ കൂടിപ്പോയി 2 എണ്ണമൊക്കെ വരുള്ളൂ. ഇതിലിപ്പോൾ 6 എണ്ണമാണ് കൊണ്ടുവന്ന് നിൽക്കണം. ഒരു കോമണറും 5 നോർമൽ ആൾക്കാരും കൊണ്ടുവന്ന് നിൽക്കണം. 6 പേരെയാണ് കൊണ്ടുവന്ന് നിൽക്കുന്നത്. അതിൽ ഓരോരുത്തരും ഓരോ ക്യാരക്ടറാണ്, പല പല പ്രശ്നങ്ങൾ, പല പല കാര്യങ്ങളൊക്കെ ഉള്ള ക്യാരക്ടർ. പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ജനപ്രീതി നേടിയ ആൾ സിബിന്, ഫാമിലീസിന്, കുട്ടികൾക്ക് അടക്കം. എന്നുവെച്ചാൽ സിബിൻ വന്നപ്പോൾ ആ വേദിയിൽ, മോഹൻലാലിൻ്റെ വേദി പറയേണ്ടത്, അത് അവിടെ ഒരു എൻ്റർടൈൻമെൻറ്റിൻ്റെ കുറവുണ്ട്. ആ ഒരു കോമഡിക്കാണെങ്കിൽ, ഹ്യൂമറാണെങ്കിൽ ആൾക്കാർക്ക് ഒരു കുറവുണ്ട്. ആ കുറവ് ഞാൻ മാറ്റുമെന്ന് പറയുന്നത്. വെച്ചാൽ പുള്ളിക്കാരൊരു എൻ്റർടൈനറാണ്. എന്താണ് ഇപ്പോൾ ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ പരിപാടി കാണുമ്പോൾ അയാൾ അറിയുന്ന ആൾക്കാർ, സിബിനെ അറിയുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും ഒരു എൻ്റർടൈനറാണ്, കോമഡിക്ക് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ആളാണ്. അപ്പോൾ എന്താണ് ഈ ബിഗ് ബോസ് സീസൺ 6 ഏറ്റവും ആവശ്യമുള്ളത്, ഏറ്റവും കുറവുള്ളതും എന്താണ് ഈ കോമഡിയാണ്, വെച്ചാൽ ഈ ഹ്യൂമറാണ്, എൻ്റർടൈൻമെൻ്റ് ആണ്. അപ്പോൾ എല്ലാവരും ഒരു എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കണം എന്ന ദൗത്യമാണ് എനിക്ക് മെയിനായിട്ടുള്ളത്. അത് പറഞ്ഞിട്ടാണ് സിബിന് വീടിൻ്റെ അകത്ത് കയറിയത്. അതിന് 100% നീതി പുലർത്തിയ ഒരാളാണ് സിബിന്. എന്നുവെച്ചാൽ സിബിൻ വന്ന ശേഷം കുറച്ചും കൂടി വീട് ഉണർന്നു. ഒരു എൻ്റർടൈൻമെൻറ്റ് രീതിയിലാണ്, പാട്ട് വൈസ് ആണെങ്കിലും സ്കിറ്റ് വൈസ് ആണെങ്കിലും എല്ലാം കോമഡി രീതിയിൽ കൊണ്ടുപോയി. ഈ അൻസിബാന ഡൗൺ ആയിരുന്ന അൻസിബാന സ്വന്തം ടീമിലേക്ക് അയച്ച ശേഷം അൻസിബ കുറച്ചും കൂടി ആക്റ്റീവാക്കി. ജിൻഡോ എന്തായിരുന്നു ജിൻഡോ നമുക്ക് അതിനു മുമ്പ് അറിയാമായിരുന്നു. എന്ന് വെച്ചാൽ നല്ലൊരു പ്ലെയർ ആയിരുന്നു. ആദ്യം 2 വീക്ക് 3 വീക്ക് കുറച്ച് പൊട്ടത്തരം കാണിച്ചിട്ട് ഇപ്പോൾ ആൾക്കാർ പലരും പൊട്ടനാന്ന് വിചാരിച്ച ഒരാളാണ് ജിൻഡോ. പിന്നെ ഈ സിബിൻ വന്ന ശേഷം, അല്ല സിബിന് വന്ന മുമ്പ് കുറച്ച് ആ ടൈം ആകുമ്പോൾ കുറച്ച് കയറി വന്ന് സംസാരിക്കാൻ വന്നു. സിബിൻ വന്ന ശേഷം കുറച്ചും കൂടി നല്ല ഹൈ ലെവലിലേക്ക്, പീക്കിലേക്ക് ജിൻഡോ കയറി. ചെറിയ കുറച്ചും ധൈര്യം കയറി. ക്യാപ്റ്റനും കൂടി ആയതുകൊണ്ട് ജിൻഡോ നല്ലപോലെ പെർഫോം ചെയ്യാൻ പറ്റും. ജിൻഡോക്ക് എന്തുണ്ട് അപ്പം തന്നെ ആ കാര്യങ്ങൾ പറയും. ജാസ്മിനും ഗബ്രിക്കൊക്കെ അമിട്ട് പൊട്ടിക്കണ പോലെ പൊട്ടിക്കേണ്ട ജിൻഡോ. പിന്നെ കോമഡി ആണെങ്കിൽ, ഡാൻസ് ആണെങ്കിൽ, പാട്ടാണ്, ജിൻഡോ കുറച്ചും എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. അതിന് മെയിൻ സപ്പോർട്ട് കാരണം സിബിൻ തന്നെയായിരുന്നു. പിന്നെ സിബിൻ പവർ റൂമിൽ കയറി. ആ പവർ റൂം അടിപൊളി പവർ ടീമായിരുന്നു. ഇപ്പോൾ പവർ ടീം വെച്ചാൽ ഏറ്റവും നല്ല പവർ ടീം തന്നെയായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട പവർ ടീം അവരുടെ തന്നെയാണ്. പിന്നെ കുറച്ച് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു, കുറച്ച് ഓവറായിപ്പോയെന്ന് വെച്ചാൽ ഡോറ് ലോക്ക് ചെയ്യാൻ പറയാം. ആദ്യത്തെ നമുക്ക് കുഴപ്പമില്ല. പവർ ടീമിൻ്റെ പവർ അളക്കുന്ന, മെഷർ ചെയ്യുന്ന പരിപാടി തന്നെയായിരുന്നു അത്. പവർ ടീമിന് ഒരു അധികാരമുണ്ട്, റൂളുണ്ട്. പവർ ടീം പറഞ്ഞാൽ ഡോറ് ലോക്ക് ചെയ്യാം. പക്ഷെ അത് അവർ മിസ്യൂസ് ചെയ്തു പോയി, ഓവറാക്കി കളഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അവിടെ നെഗറ്റീവ് ഒന്ന് ഒഴിച്ചാൽ ബാക്കി ഇവർ ഒരു സീനും ഇല്ല. ഇപ്പോൾ ഈ പവർ ടീം ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നത്. വെച്ചാൽ സിബിനാണെങ്കിൽ വർത്താനത്തിൽ നന്നായിട്ട് വർത്താനം പറയും, സംസാരിക്കാനും നമുക്ക് അറ്റാക്ക് ചെയ്യാനാണെങ്കിൽ എല്ലാ രീതിയിലും. ടാസ്ക് വൈസ് ആണെങ്കിൽ അത്യാവശ്യം നന്നായി ചെയ്യും. പിന്നെ പാട്ടാണെങ്കിൽ പാട്ട് പാടും, ഡാൻസ്, എൻ്റർടൈൻമെൻറ്റ്, കോമഡി, ഒരു ഫുൾ ആൻഡ് ഫുൾ പാക്കേജ് ചെയ്യുന്നു. സിബിൻ പറഞ്ഞൊരു എൻ്റർടൈൻമെൻറ്റ് ഒരു ആളായിരുന്നു സിബിന്. നല്ലൊരു ഗെയിമറായിരുന്നു എല്ലാ രീതിയിലും, എല്ലാവർക്കും ഇഷ്ടം. പിന്നെ പുറത്ത് നല്ല പോസിറ്റീവ് കമൻ്റ് ഉണ്ട്. സിബിൻ നല്ല ഫാൻസും ഉണ്ട്. ആ സമയത്ത് വോട്ടിംഗ് ആണെങ്കിലും എല്ലാ രീതിയിലാണെങ്കിലും ഞാൻ പോൾ ഇടാറുണ്ട് ചാനലിൽ. നമ്മൾ ജിൻഡോനെക്കാളും പോൾ കിട്ടിയ ഒരാളായ സിബിൻ ആ സമയത്ത് വെച്ചാൽ പക്ക പീക്ക് ടൈമായിരുന്നു പുള്ളിക്കാരന്. എന്നുവെച്ചാൽ എന്ത് രസമായിരുന്നു ആ പാട്ടും ഡാൻസും. ഒരു ബോണ്ടിങ് ഉണ്ടായിരുന്നു പലർക്കും, എല്ലാവർക്കും ബോണ്ടിങ് ഉണ്ടായിരുന്നു. ഒരു കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു, എല്ലാവരോടും ഒരു അട്രാക്ഷൻ, സ്നേഹം ഉണ്ടായിരുന്നു. ആകെ ഇതിൽ വേറിട്ട് നിന്ന ഗബ്രിയും ജാസ്മിൻ മാത്രമേ വേറിട്ട് നിന്നത് ഈ കൂട്ടത്തിൽ. വേറിട്ട് അവർ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഇവർ ഗ്യാങ്ങായിട്ട് നല്ല കമ്പനി. പക്ഷേ സിബിന് മെയിൻ ടാർഗറ്റ് ആയിരുന്നു ജാസ്മിനും ഗബ്രീനെ മാറ്റണം. ജബ്രി ഒഴിവാക്കി ജാസ്മിൻ ആക്കണമെന്നാണ് ആഗ്രഹം.
അത് നേരിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിബിന്. ജബ്രി കോംബോ മുറിക്കണം എന്നൊരു കാര്യം ടോപ്പിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതാ മെയിൻ ടാർഗറ്റ്. എന്താണ്, ജാസ്മിനും ഗബ്രിയും നന്നായിട്ട് ഫൈറ്റ് ചെയ്ത ഒരാൾ തന്നെയാണ് സിബിന്. അത് പലർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം തന്നെ പലർക്കും അത് ഇഷ്ടമാണ്. ഈ സിബിൻ്റെ ഫൈറ്റ് ജാസ്മിന് കിട്ടുക, അത് കൊടുക്കുന്ന രീതി ഒരു തമാശ രീതിയിലും ഫൈറ്റ് ചെയ്യുന്നുണ്ട്, പല രീതിയിലും ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ സിബിന് പറ്റിയ ഏറ്റവും വലിയ മിസ്റ്റേക്ക് ആ ഒരു ആ ടൈമാണ് എന്താ അറിയില്ല, കഷ്ടകാലം വന്നത് സിബിൻ്റെ. ആ വിരലിൽ വെച്ചുള്ള കാണിച്ച ഒരു റോങ് ആക്ഷൻ, അവിടെയാണ് അയാൾക്ക് നെഗറ്റീവ് വന്നു പോയത്. ആണ് ശരിക്കും എന്നുവെച്ചാൽ അത്രയും നല്ല പൊസിഷനിൽ, അത്രയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പൊസിഷനിലേക്ക് ആള് ചെറിയ നെഗറ്റീവ് വന്നത് ഡൗൺ ആയിപ്പോയി. അതാണ്, എത്ര നല്ല കാര്യം ചെയ്താലും ചെറിയ നെഗറ്റീവ് മതി, ചെറിയ മിസ്റ്റേക്ക് പറ്റി നമ്മൾ ചെയ്ത എല്ലാ കാര്യങ്ങളും പോവും, ആൾക്കാർ നമ്മളെ തള്ളിപ്പറയും. അതാണ് സിബിന് പറ്റിയ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. അത്രയും നല്ലൊരു ഇതിൽ നിന്നിട്ട് ഇപ്പം പെരുന്നാള്, വിഷു എല്ലാ പരിപാടിയാണ് നന്നായിട്ടൊക്കെ കളറായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർ എത്ര ഒരു ഒത്തൊരുമയോടെ അവർക്ക് ബോണ്ടിങ്ങോടെ കമ്മ്യൂണിറ്റിയോടെ എല്ലാവരും ചെയ്തിട്ട് ആ ഒരു വന്നപ്പോൾ അത് വേറെ ഒന്നുമല്ല, ജാസ്മിൻ ആ സമയത്ത് നല്ലപോലെ ഇപ്പോൾ പ്രൊവോക്ക് ചെയ്ത് സിബിന. അപ്പോൾ സിബിന അറിയാണ്ട് ചെയ്യാൻ പാടില്ല, ഒരിക്കലും അങ്ങനെ കാണിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ലാലേട്ടൻ വന്ന് ചോദിച്ചു ആ ഞായറാഴ്ച എന്നാണ് ചോദിച്ചത് തോന്നാ, ആ എപ്പിസോഡിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മുതൽ ആ രാത്രി മുതൽ പിറ്റേ ദിവസം വരെ സിബിൻ അങ്ങോട്ട് ഡൗൺ ആയിപ്പോയി, മാനസികമായിട്ട് മൊത്തത്തിൽ തളർന്നു പോയി പുള്ളിക്കാരെ. ചെയ്യുമ്പോഴല്ലേ ഒന്നാമത്തെ കാര്യം, ഇങ്ങനത്തെ സിറ്റുവേഷൻ, ഒരു സിറ്റുവേഷൻ വന്നത്തേക്ക് തളരരുത് ഒരിക്കലും. ഇപ്പം ജാസ്മിനൊക്കെ എന്താണ്, ജാസ്മിനൊക്കെ നോക്കുമ്പോൾ ഒന്നുമല്ല, ഇതൊക്കെ നോക്കുമ്പോൾ ജാസ്മിനൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളൊന്നുണ്ട്. ജാസ്മിനും ഗബ്രിക്കൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളോ നോക്കണം, അതൊക്കെ സഹിച്ചിരുന്നു ജാസ്മിൻ ഗബ്രി. പിന്നെ ഓരോരുത്തർക്കും ഓരോ മനക്കെട്ടുണ്ടോ. ഇപ്പം സിബിൻ പറഞ്ഞ വേറൊന്നുമല്ല, സിബിന് ഒരു കൊല്ലം മുമ്പ് ഈ സെയിം അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു, ഡിപ്രഷൻ പോലത്തെ. അത് മാറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, ഇടങ്ങേറാന്ന് പറഞ്ഞാൽ ആ സെയിം ഒരു അവസ്ഥയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് വെച്ച് പറയാനും അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമെന്ന് പറഞ്ഞാൽ സിബിന് പറ്റുള്ള എന്ന് പറഞ്ഞത് അത്രയ്ക്ക് മോശം ഒരു മാനസികാവസ്ഥയിലാണ് പോയത്. അപ്പോൾ സൈക്കാട്രിസ്റ്റിനെ കാണിക്കാമെന്ന് പറഞ്ഞ് സിബി സമ്മതിച്ചില്ല. പിന്നെ ആൾക്കാരൊക്കെ പറഞ്ഞ് സിബിനെ ഓക്കെയെന്ന് പറഞ്ഞ് കാണിച്ച് രണ്ടാമത് വന്നു. പക്ഷെ വീണ്ടും പറ്റാണ്ടായി പുള്ളിക്കാരന്. ആ 2-3 ദിവസം പുള്ളിക്കാരന് മൈക്കൊക്കെ മാറ്റിക്കളഞ്ഞ ബിഗ് ബോസിനനുസരിക്കുള്ള ഗെയിമിനോടനുസരിക്കുള്ള ഒന്നും ബിഗ് ബോസ് പറഞ്ഞ എതിർ അഭിപ്രായം പറഞ്ഞ് നടക്കുന്നത്. അപ്പോൾ ലാസ്റ്റാണ് നമ്മൾ പറഞ്ഞത് സിബിൻ പോയ കാര്യം. പക്ഷെ എല്ലാവർക്കും ഭയങ്കര വിഷമ കാര്യമൊന്നും, വീട്ടിലും വിഷമം ഉണ്ടായിരുന്നു, പുറത്തും വിഷമം ഉണ്ടായിരുന്നു. ചെയ്യുമ്പോൾ ഒരു പക്ക ബിഗ് ബോസ് മെറ്റീരിയൽ ആയിരുന്നു സിബിൻ. എന്ന് വെച്ചാൽ ബിഗ് ബോസ് കപ്പ് നേടാൻ അർഹതയുള്ള ഒരാളും കൂടിയായിരുന്നു സിബിന്. ടോപ്പ് 5 കയറാൻ അർഹത ഉറപ്പായിട്ട് കൺഫേം ആയ ഒരാളും കൂടിയാണ്. വെച്ചാൽ അത്ര ജനസപ്പോർട്ടും ഉണ്ടായിരുന്നു, നല്ല പോസിറ്റീവ് കാര്യങ്ങളായിരുന്നു ചെയ്തത്. ഒറ്റ നെഗറ്റീവോടെ ആൾ ഡൗണും ആയിട്ട് അത് കുഴപ്പമില്ല. ഡൗൺ ആയാലും നമുക്കത് നല്ല കാര്യങ്ങൾ ചെയ്ത് നമുക്ക് കുറച്ച് മാറ്റാം, പ്രശ്നങ്ങളൊക്കെ തിരുത്താം, ചെയ്ത് തെറ്റ് തിരുത്താൻ പറ്റും. ഇതിനേക്കാളും എന്തൊക്കെ തെറികൾ വിളിക്കണം, എന്തൊക്കെ തോന്നിയ എന്തൊക്കെ വൃത്തിയുടെ കാണിക്കണം അവിടെ, എന്നിട്ട് അതൊന്നും പ്രശ്നമാക്കുള്ളല്ലോ അവർ. അതൊക്കെ ഗെയിം നമുക്ക് പിടിച്ച് നിൽക്കണം. അതാണ് ഏറ്റവും പേഷ്യൻസ് ആണ് ഏറ്റവും വേണ്ടത് ഈ ഗെയിമിൽ. അപ്പോൾ സിബിന് നിൽക്കായിരുന്നു, പക്ഷേ പുള്ളിക്കാരനത് പറ്റില്ല, നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ, അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. അത് ഒട്ടും പറ്റില്ല, മാനസികാവസ്ഥ ഒട്ടും പറ്റില്ല എന്നാണ് സിബിൻ പറയണത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ഇതായിപ്പോയി സിബിൻ പോയെന്ന് പറഞ്ഞത്. പുള്ളിക്കാരൻ അത്ര നല്ലൊരു കാലിബറുള്ള ഗെയിം എൻ്റർടൈൻമെൻറ്റ്. സിബിൻ പോയ ശേഷം ശരിക്കും പറഞ്ഞാൽ വീട് ഒന്നും മാറിയിട്ടുണ്ട്. സിബിൻ വന്ന മുമ്പും സിബിൻ പോയ ശേഷവും നല്ല വ്യത്യാസമുണ്ട് ഈ വീടിന്. അത്രയും നല്ലൊരു എൻ്റർടൈൻമെൻറ്റ്. അത് മാത്രമല്ല പൂജയും പോയി. സിബിൻ പോണ മുമ്പൊന്നും പൂജ പോയത്, നടുവേന കാരണം പൂജയും പോയി. അപ്പോൾ ഡൗൺ ആയിപ്പോയി കുറച്ചും കൂടി. പിന്നെ ജാൻമണി പോയി, അങ്ങനെയൊക്കെ വന്നത്. ഇപ്പോൾ ബിഗ് ബോസ് കുറച്ച് ഡൗൺ ആയിപ്പോയി, TRP റേറ്റിംഗ് ഒക്കെ കുറഞ്ഞ്. അതിനുശേഷമാണ് ഹോട്ട് ടാസ്ക് ഒക്കെ കൊണ്ടുവന്നത് ഇവർ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് തന്നെ. അപ്പോൾ അത്രക്കും നല്ലൊരു പ്ലെയറായ സിബിന് എന്ന് വെച്ചാൽ അടിപൊളിയാന്ന് വെച്ചാൽ ഓരോ കാര്യങ്ങളും ഇച്ചിരി കൂടി ഹ്യൂമറായിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഫസ്റ്റ് ടൈമിൽ തന്നെ പവർ റൂമിൽ കയറി അവർ കൊടുക്കുന്ന കാര്യങ്ങൾ, പറയണ വാക്കുകൾ എന്താണേലും, ക്യാപ്റ്റൻ വൈസ് ആണെങ്കിലും വോട്ടിംഗ് വൈസ് ആണ്, സംസാരിക്കുന്ന രീതിയൊക്കെ എന്ത് അടിപൊളിയായിട്ട് സംസാരിക്കണം. ഓരോ ആൾക്കാരെ പറയണത്, തെറ്റ് പറയണതൊക്കെ, ചീത്ത പറയലോ വെറുതെ ഒച്ചെടുക്കലോ ഒന്നല്ല, കറക്റ്റ് രീതിയിലാണ് ആൾക്കാരെ കൊടുക്കണ അടിക്ക് നല്ല അടിക്കൽ ബട്ടർഫ്ലൈ എഫക്റ്റ് ഒക്കെ കൊടുക്കണ പോലെയാണ് സിബിൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വെച്ചാൽ അത്രക്കും അടിപൊളിയായിരുന്നു, സംസാര ശൈലിയൊക്കെയാണ് എല്ലാ രീതിയിലും അടിപൊളിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരാൾ തന്നെയാണ് സിബിൻ. പക്ഷേ അത് പോയപ്പോൾ സങ്കടം വന്നുപോയി. നല്ലൊരു കാലിബറുള്ള, നല്ലൊരു കഴിവുള്ള, ടാലൻ്റുള്ള ആളായിരുന്നു. പുറത്തുനിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാ കാരണങ്ങൾ ഡോക്ടർ പറഞ്ഞ് ഇയാളെ നിർത്തേണ്ട ആവശ്യമില്ല, ഇനി ഇതുപോലെ വരാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് നിർത്തേണ്ട പറഞ്ഞു വിട്ടേക്കും ഡോക്ടർ പറഞ്ഞു. അതുകൊണ്ട് എന്താണ് ബിഗ് ബോസ് പൊക്കോന്ന് പറഞ്ഞു. അങ്ങനെയാണ്. പക്ഷേ പുള്ളിക്കാരൻ അവിടെ നിൽക്കാൻ ആഗ്രഹം ഉണ്ടായത്. അത് നേരത്തെ ഒന്ന് പറഞ്ഞെങ്കിൽ ഇത്ര പ്രശ്നമുണ്ടായി. ഇതിപ്പോൾ
3 ദിവസം അവിടെ പോകണമെന്ന് പറഞ്ഞ് പറ്റില്ല എന്ന് പറഞ്ഞ് പിന്നെ ഇപ്പോൾ ഈ ബിഗ് ബോസ് പിടിച്ച് നിർത്തിയാൽ എല്ലാവരും ബിഗ് ബോസിനെതിരാവും. എന്താണ് ഒരാളെ ഇഷ്ടമാണ് പോകേണ്ടതെന്ന്, ഒരാളുടെ ഇഷ്ടമാണ് അയാളെ പിടിച്ചത് ജയിലാണെന്നൊക്കെ ചോദിച്ച് പല പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടായിരിക്കും ബിഗ് ബോസ് അയാൾ പറഞ്ഞു വിട്ടത്. പിന്നെ ഡോക്ടറും പറഞ്ഞെന്നാണ് സിബി പറഞ്ഞ ഡോക്ടർ പറഞ്ഞ് നിർത്തേണ്ട ആവശ്യമില്ല, പറഞ്ഞു വിട്ടേക്ക് പുറത്തിറങ്ങി കിടക്കട്ടെ എന്നൊക്കെ പറയണം. അപ്പം അതൊക്കെ ആയിരിക്കാം. അപ്പോൾ നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആണ്. നിങ്ങൾക്ക് എന്താണ് സിബിനെ കുറിച്ച് പറയാനുള്ളത്? എന്താണ് എങ്ങനത്തെ ആളാണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റായി പറയൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ട് നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്ക് അവകാശമുണ്ട്, റൈറ്റ് ഉണ്ട്. എന്തെങ്കിലും പറഞ്ഞ ഒരു കുഴപ്പമില്ല. എന്തെങ്കിലും എൻ്റെ മിസ്റ്റേക്കുകൾ പറയുന്ന ഈ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പറഞ്ഞു ഓപ്പണായി പറഞ്ഞു. അപ്പോൾ അടുത്ത പ്രാവശ്യം വീഡിയോ ഇടുമ്പോൾ അതൊക്കെ തിരുത്തിയുള്ള വീഡിയോ ഇടാം. അപ്പോൾ ഓക്കെ.